പ്രിയപ്പെട്ടവരെ, നാം സുവിശേഷത്തിൽ നോക്കുമ്പോൾ രണ്ട് സ്ഥലത്താണ് പ്രധാനമായിട്ടും യേശു അത്തിവൃക്ഷത്തെക്കുറിച്ച് പറയുക. ഒന്നാമത്തത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വചനത്തിൽ അവിടെ യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ സംഭവം തന്നെ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 24 വരെയുള്ള വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ അത്തിവൃക്ഷത്തെ ശപിക്കുന്നത് വഴിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇത് ഒരു അത്തിവൃക്ഷമോ അല്ലെങ്കിൽ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം കിട്ടാത്തത് കൊണ്ട് യേശു അതിനെ ശപിച്ചു എന്നുള്ളതോ അല്ല. പ്രധാനമായിട്ടും യേശു പ്രതിപാദിക്കുന്ന ഈ അത്തിവൃക്ഷം ഇത് ഒരു പ്രതീകമാണ്. സാധാരണ ഇത് വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഒരു അത്തിവൃക്ഷത്തിൽ ഫലം കാണും എന്ന് കരുതി യേശു അവിടേക്ക് പോവുകയും അതിൽ ഇലകളല്ലാതെ വേറൊന്നും കണ്ടില്ല, അതിൽ നിന്ന് ഫലം കിട്ടിയില്ല, അങ്ങനെ ഫലം കിട്ടാത്തത് കൊണ്ട് ആ അത്തിവൃക്ഷത്തെ ശപിച്ചു. മർക്കോസ് സുവിശേഷത്തിൽ ഇതേ സംഭവം രേഖപ്പെടുത്തുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 13-ാം വചനത്തിൽ പറയും, അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാത്ത സമയത്ത് യേശു ഒരു അത്തിവൃക്ഷത്തെ സമീപിക്കുകയും അതിൽ ഫലം കാണുമെന്ന് കരുതി അങ്ങോട്ട് പോവുകയും എന്നാൽ അതിൽ ഫലം കിട്ടാതെ വന്നപ്പോൾ അതിന് ശപിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇങ്ങനെ ചിന്തിക്കും, യേശു ചെയ്തത് ശരിയാണോ? അല്ലെങ്കിൽ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാത്ത സ്ഥലത്ത് അത്തിവൃക്ഷത്തിൽ ഫലം അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ശപിച്ച യേശുവിൻ്റെ മനോഭാവം എന്താണ്? ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ചിന്തയുടെ തലമുണ്ട്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മളോട് മനസ്സിലാക്കണം, ഇവിടെ ഒരു ഫലം തരാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ചല്ല, മറിച്ച് ഈ അത്തിവൃക്ഷം എന്നുള്ളത് സകല മനുഷ്യ വ്യക്തികളുടെയും പ്രതീകമാണ്. എങ്ങനെയുള്ള മനുഷ്യ വ്യക്തികൾ? യേശു ആഗ്രഹിക്കുന്നതായ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഫലം നൽകുന്നില്ല എങ്കിൽ ഈ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഫലം ലഭിക്കാതിരിക്കാൻ മനുഷ്യനിലെ ഏത് പാപത്തിൻ്റെ ഏത് തിന്മയുടെ കാരണമാണോ ഉള്ളത്, ആ പാപത്തിൻ്റെയും തിന്മയുടെയും പ്രവൃത്തി അവനെ നാശത്തിലേക്ക് നയിക്കും എന്ന സൂചനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ബൈബിൾ വചനത്തിൻ്റെ യേശു ഉപയോഗിക്കുന്ന ഈ ഉപമയുടെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ യേശു ശപിച്ച അത്തിവൃക്ഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് തൊട്ട് മുമ്പ് ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വചനത്തിൽ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് ആ വചനം ആരംഭിക്കുക. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ ദേവാലയത്തിൽ നിന്ന് മാറ്റി പുറത്താക്കി. ഇനി ഇതേ സംഭവം തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള വചനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അവിടെ ദേവാലയ ശുദ്ധീകരണം യേശു നടത്തുമ്പോൾ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്ന, ദേവാലയത്തിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ ഒരു ചാട്ടയുണ്ടാക്കി യേശു അവിടെ അതിൽ നിന്നെല്ലാം അവരെ അവിടുന്ന് പുറത്താക്കി. യേശു ദേവാലയത്തിൽ ചെയ്ത ഈ അധികാരത്തോടു കൂടിയുള്ള കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ യേശുവിനെതിരെ പിറുപിറുത്തു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പിറുപിറുത്തത്? ഇങ്ങനെ ചെയ്യാൻ ഇവൻ എന്ത് അധികാരമുള്ളത്? ഇപ്രകാരം പ്രവർത്തിക്കാൻ ഇവൻ ആരാണ് അധികാരം കൊടുത്തത്? ഉടനെ അങ്ങനെ യഹൂദന്മാർ യേശുവിനെ ധിക്കരിച്ച് ചോദിച്ചപ്പോൾ, യേശുവിന്റെ മുമ്പിൽ ഇതുപോലത്തെ ചോദ്യം ഉയർന്നപ്പോൾ യേശു അവിടെ ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 18 മുതലുള്ള വചനത്തിൽ
യേശു പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഞാൻ ഇതിനെ 3 ദിവസം കൊണ്ട് പുനരുദ്ധരിപ്പിക്കും. ഇത് കേട്ടപ്പോൾ അവർ വീണ്ടും യേശുവോട് ചോദിച്ചു, 46 സംവത്സരം എടുത്തു ഈ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കാൻ, നീ വെറും 3 ദിവസം കൊണ്ട് ഇത് പുനരുദ്ധരിക്കുമോ? ഇങ്ങനെ അവർ ചോദിച്ചപ്പോൾ, അങ്ങനെ ചോദിച്ച അവരോട് യേശു ഇങ്ങനെ ഉത്തരം പറഞ്ഞു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 21-ാം തിരുവചനത്തിൽ യേശു തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചത്. യേശു തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന് അവിടെ വചനത്തിൽ അടിവരയിട്ട് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദേവാലയത്തിന്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ശരീരമാകുന്ന ദേവാലയത്തിന്റെ ശുദ്ധീകരണത്തെ കുറിച്ചാണ്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു. 1 കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16-17 തിരുവചനം, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. കർത്താവിന്റെ വചനം അടിവരയിട്ട് പറയുന്നതായ കാര്യം, ഈ ദേവാലയം മനുഷ്യ വ്യക്തികളുടെ ശരീരമാകുന്ന ദേവാലയമാണ്. അപ്പോൾ ദേവാലയത്തിന്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ബലിയർപ്പിക്കേണ്ടതായ മനുഷ്യന്റെ ശരീരമാകുന്ന ദേവാലയം, ഈ ദേവാലയത്തിൽ പാപത്തിന്റെ മാലിന്യങ്ങൾ ഉണ്ടാകരുത്, അശുദ്ധി ഉണ്ടാകരുത്, ദുശീലത്തിൻ്റെതായ പ്രവണത ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ ദൈവം നൽകിയിരിക്കുന്നത് ഈ ശരീരത്തെ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിച്ച് ഓരോ പ്രാവശ്യവും ദൈവത്തിന് ബലിയർപ്പിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ദേവാലയത്തിന്റെ ശുദ്ധീകരണം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാകുന്ന ദേവാലയത്തിന്റെ ശുദ്ധീകരണത്തെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അറിയൂ, ഇവിടെ യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്നു എന്ന ബൈബിൾ ഭാഗം പ്രതിപാദിക്കുന്നതിന് മുമ്പ് ഈ ദേവാലയത്തിന്റെ ശുദ്ധീകരണത്തെ കുറിച്ച് യേശു പഠിപ്പിച്ചതിന് ശേഷം എന്നിട്ടും മനുഷ്യ വ്യക്തികളിൽ പാപത്തിന്റെ മാലിന്യം, അതുമായി അതിൻ്റെ സുഖവുമായി അതിൻ്റെ താല്പര്യവുമായി കഴിയുന്ന വ്യക്തികളെ കണ്ടപ്പോൾ യേശു അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ അത്തിവൃക്ഷത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയുക. പ്രിയപ്പെട്ടവരെ, അത്തിവൃക്ഷം അത് കപടതയുടെ പ്രതീകമാണ്. എന്താണ് കപടത? ഒന്ന് ചിന്തിക്കുന്നു, വേറൊന്ന് പറയുന്നു, വേറൊന്ന് പ്രവർത്തിക്കുന്നു. ചിന്ത, സംസാരം, പ്രവൃത്തി തമ്മിൽ ബന്ധമില്ല. ഇതിനെയാണ് കപടത എന്ന് പറയുന്നത്. നിങ്ങൾ യേശുവിൻ്റെ പഠനം ശ്രദ്ധിച്ചാൽ, യേശു പഠിപ്പിച്ച് ശ്രദ്ധിച്ചാൽ, യേശുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു കാര്യം മനുഷ്യനിലെ കപടതയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യ വ്യക്തി എന്ത് ചിന്തിക്കുന്നോ, ചിന്ത നന്മയുടെ, ചിന്ത സ്നേഹത്തിൻ്റെ, ചിന്ത മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതിൻ്റെ. ഇനി ഈ ചിന്ത നന്മയുടെയും സ്നേഹത്തിൻ്റെയും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതായ ചിന്തയായാൽ നിന്റെ വാക്കും ഈ ചിന്തക്കനുസരിച്ചുള്ളതായിരിക്കണം. നിന്റെ പ്രവൃത്തിയും ഈ വാക്കുകൾക്കനുസരിച്ചുള്ളതായിരിക്കണം. അപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യനായിത്തീരുന്നത്. ഇതില്ലാതെ കപടതയുമായിട്ട് നടക്കുന്ന വ്യക്തികളെ ദൈവം വെറുക്കുന്നു. അങ്ങനെയുള്ളവരെ യേശു താക്കീത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വചനങ്ങളിൽ. അവിടെ നിയമജ്ഞരെ കുറിച്ചും ഫരിസേയരെ കുറിച്ചും യേശു പറയുന്നത് ഇങ്ങനെയാണ്: കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം, കാപട്യമുള്ള നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് പറയുന്നു, ആ പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. നിങ്ങളുടെ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്.
അങ്ങനെയുള്ളവരെയാണ് കർത്താവ് കപടനാട്യക്കാരെ എന്ന് പറഞ്ഞത്. അപ്പോൾ നിയമജ്ഞരുടെയും ഫരിസേയരുടേതുമായ പ്രവർത്തികൾ അവർ പറയുന്നത് പോലെയല്ല. അവര് വലിയ വലിയ കാര്യങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുന്നു, എന്നാൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള പഠനം കപടതയുടെ പഠനമാണ് എന്ന് യേശു അവർക്ക് താക്കീത് ചെയ്തുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇനി ആ പറച്ചിൽ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 27, 28 വചനങ്ങളൊക്കെ ആവുമ്പോഴേക്കും യേശു അവിടെ വളരെ ശക്തമായിട്ട് പറയുകയാണ്, കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യമാണ് എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വെള്ളയടിച്ച കുഴിമാടം മനോഹരമായിട്ട് കാണപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മനുഷ്യരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതുപോലെയാണ് നിങ്ങളുടെ ഉള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്നും എപ്പോഴും നിന്റെ ഹൃദയം പരിശുദ്ധമായിരിക്കണം, ഹൃദയം വിശുദ്ധിയുള്ളതായിരിക്കണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹൃദയം മറ്റെന്തിനേക്കാൾ കാപഠ്യമുള്ളതാണ്, ശോചനീയമാമിതം ദുഷിച്ചതാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പോൾ ലോകത്തിലെ ഒരു മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ, ഈ ഹൃദയത്തിൽ കപടതയുണ്ടാകരുത്, കാപഠ്യവുമായിട്ട് നീ നടക്കരുത് എന്ന് ശ്രദ്ധിക്കൂ. ഇത്രയും യേശു പ്രതിപാദിക്കുമ്പോൾ ഇനി ആദ്യം പറഞ്ഞ ആ യേശു ശപിച്ച അത്തിവൃക്ഷത്തിന്റെ ആ കാര്യത്തിലേക്ക് വരൂ. ഇവിടെ ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞ് മനുഷ്യന്റെ ഹൃദയത്തിൽ, ജീവിതത്തിൽ, ശരീരത്തിൽ ഉള്ളതായ എല്ലാ അശുദ്ധിയെയും കഴുകിക്കളയണമെന്ന് പഠിപ്പിച്ച യേശു ഈ പഠിപ്പിച്ചു കഴിഞ്ഞ് നഗരത്തിലേക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതാണ് അത്തിവൃക്ഷത്തെ ശപിക്കുന്നു എന്ന ബൈബിൾ വചനത്തിന്റെ ആ ഹെഡിങ്ങിൽ ഇങ്ങനെയാണ് വചനം തുടങ്ങുന്നത്, പ്രഭാതത്തിൽ യേശു നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നഗരത്തിലേക്ക് പോകുമ്പോൾ, നഗരം ജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ശരീരമാകുന്ന ദേവാലയത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് പഠിപ്പിച്ചിട്ട് ശരീരമാകുന്ന ദേവാലയത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ നിന്ന് ശുദ്ധീകരിക്കണമെന്ന് പഠിപ്പിച്ചിട്ട് വീണ്ടും യേശു ജനക്കൂട്ടം താമസിക്കുന്ന സ്ഥലത്തേക്ക്, നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു. യേശു വിശപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ എല്ലാം ഒരു മനുഷ്യൻ പോലും പാപം മൂലം, ലോകസുഖം മൂലം, ജഡിക പ്രവണത മൂലം നശിക്കരുത്. കർത്താവിൻ്റെ ലക്ഷ്യം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം, ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷപ്പെടണം. ഇതാ കർത്താവ് ഇത് പഠിപ്പിച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ജനക്കൂട്ടം, അല്ലെങ്കിൽ ആ ജനക്കൂട്ടം ഇസ്രായേലിന്റെ പ്രതിനിധിയാണ്. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും അതിനകത്ത് പെടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം, ഏതെല്ലാം മനുഷ്യ വ്യക്തിയാണോ കർത്താവിന്റെ വചനം കേട്ടിട്ട്, കർത്താവിന്റെ വചനം മനസ്സിലാക്കിയിട്ട് ആ വചനത്തെ സ്വീകരിച്ച് ശുദ്ധീകരിക്കാതെ വീണ്ടും കപടതയുമായിട്ട് നടക്കുന്നത്, വീണ്ടും ആ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാതെ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്നത്, അങ്ങനെയുള്ള ഓരോ വ്യക്തിയും കർത്താവിന്റെ മുമ്പിൽ ഫലം സ്വീകരിക്കാതെ തള്ളിക്കളയപ്പെടുന്ന വ്യക്തികളാണ് എന്ന കാര്യം ഇതിലൂടെ സൂചിപ്പിച്ചു തരികയാണ്. അപ്പോൾ നഗരത്തിലേക്ക് പോകുമ്പോൾ യേശുവിന് വിശന്നു. യേശു പഠിപ്പിച്ചതായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വീണ്ടും പാപത്തിന്റെ വഴിയിലൂടെ തുടരുന്ന മനുഷ്യ വ്യക്തികളെ കണ്ടപ്പോൾ അവരെ കൂടി രക്ഷിക്കാൻ വേണ്ടി വന്നവനാ യേശു ക്രിസ്തുവിന് അവര് രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് യേശു അവരെ കണ്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഫലം നൽകാതെ ഫലമുണ്ട് എന്നുള്ള രീതിയിൽ
മറ്റുള്ളവരുടെ മുമ്പിൽ കപടതയുമായി ജീവിക്കുന്ന മനുഷ്യ വ്യക്തികളെയെല്ലാം ഈ അത്തിവൃക്ഷത്തോട് കർത്താവ് ഉപമിക്കുകയാണ്. ഫലം തരാത്ത അത്തിവൃക്ഷം പോലെ തന്നെ മനുഷ്യ വ്യക്തികൾ നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഫലം നൽകുന്നതിന് പകരം അത് നൽകാതെ നൽകുന്നുണ്ട് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന വിധത്തിൽ കപടതയുമായി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം, ദൈവരാജ്യ അനുഭവം, സ്വർഗീയമായ ആനന്ദം അത് കിട്ടുകയില്ല എന്ന വെളിപ്പെടുത്തൽ കർത്താവ് ഇതിലൂടെ നൽകുകയാണ്. ഇവിടെ യേശു ഫലം തരാത്ത അത്തിവൃക്ഷത്തെ ശപിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ഒരിക്കലും ഒരു വ്യക്തിയെ ശപിക്കുന്നില്ല. യേശു ഒരിക്കലും ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നില്ല. പഴയ നിയമത്തിൽ ദൈവം അയക്കുന്ന ശിക്ഷ കാണുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് പുതിയ നിയമം. പുതിയ നിയമത്തിൽ ദൈവം പുത്രനായ യേശുവിനെ അയച്ചത് ലോകത്തെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, രക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ശിക്ഷ? യേശുക്രിസ്തു പഠിപ്പിക്കുന്ന, കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന ശിക്ഷ എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം തിരുവചനം. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായ അന്ധകാരത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, രക്ഷ പ്രാപിക്കാനായിട്ട്, വിജയം പ്രാപിക്കാനായിട്ട് ദൈവം ഇഷ്ടം പോലെ അവസരങ്ങൾ തന്നു. ദൈവം നൽകുന്ന അവസരത്തെ സ്വീകരിക്കാതെ ഈ അവസരത്തെ തള്ളിക്കളയുന്നതാണ് ശിക്ഷ. അപ്പോൾ ഈ ശിക്ഷ വരുന്നത് അത് ദൈവത്തിൽ നിന്നല്ല, മറിച്ച് ദൈവം തരുന്നതായ അവസരത്തെ മനുഷ്യൻ സ്വീകരിക്കാതെ ആ തള്ളിക്കളയുന്നതാണ് ശിക്ഷ. ഇതുപോലെ ഇവിടെ ശാപം എന്ന് പറഞ്ഞാൽ യേശു ശപിക്കുന്നു എന്നുള്ളതല്ല അർത്ഥം, മറിച്ച് യേശു ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് വഴി തുറക്കുമ്പോൾ ഈ തുറക്കുന്ന വഴിയെ സ്വീകരിക്കാതെ അവൻ ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ് അവനിലെ ശിക്ഷ അല്ലെങ്കിൽ ശാപം എന്ന് പറയുന്നത്. ഇവിടെ യേശു അത്തിവൃക്ഷത്തെ ശപിച്ചു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു അത്തിവൃക്ഷമോ യഥാർത്ഥത്തിൽ ഒരു ഫലം തരാത്തതായ അവസ്ഥയോ അല്ല, മറിച്ച് ഇതോരോ മനുഷ്യ വ്യക്തിയുടെയും പ്രതിനിധിയാണ്. എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കടന്നു വരാൻ, പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് കടന്നു വരാൻ, അവിശ്വസ്തതയിൽ നിന്ന് വിശ്വസ്തതയിലേക്ക് കടന്നു വരാൻ, തെറ്റിൽ നിന്ന് ശരിയിലേക്ക് കടന്നു വരാൻ ദൈവം ഇഷ്ടം പോലെ അവസരം നൽകിയിട്ടും മനുഷ്യൻ ആ അവസരത്തെ സ്വീകരിക്കാതെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് തന്നെയാണ്, പാപം തന്നെയാണ് ശരി എന്ന് കരുതി ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ അവന്റെ തെറ്റ് അവനെ ശപിക്കും, അവന്റെ പാപം അവന് നാശം കൊടുക്കും, അവൻ ചെയ്യുന്ന തിന്മ അവനെ അടിമത്വത്തിലേക്ക് നയിക്കും. ഇതാണ് കർത്താവ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവര്, കുറച്ച് നാളുകൾക്ക് മുമ്പ് 6 മാസമായിട്ട് 2 കാലിലും പ്ലാസ്റ്റർ ഇട്ട് നടക്കാൻ സാധിക്കാതെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സഹോദരൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ, മറ്റ് രോഗികളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഈ വ്യക്തിയെയും തൊട്ട് സമീപത്തുള്ള മുറിയിൽ കാണാനിടയായി. ഞാൻ അദ്ദേഹത്തോട് കുറച്ച് സമയം സംസാരിച്ചു. അപ്പോൾ എന്താണെന്നറിയാൻ സംഭവിച്ചത്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ സഹോദരന് 5 പ്രാവശ്യം ധ്യാനം കൂടാൻ അവസരം കൊടുത്തു. 5 പ്രാവശ്യം കിട്ടാൻ കാരണം ഇയാള് 15 വർഷമായിട്ട് മദ്യത്തിന് അടിമയാണ്. ഈ മദ്യപാനത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് 5 പ്രാവശ്യം കർത്താവ് അവസരം കൊടുത്തു. ആ അവസരത്തെ സ്വീകരിക്കാതെ എന്ന് പറഞ്ഞാൽ മദ്യത്തെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് ജീവിക്കുന്നതിന് പകരം ധ്യാനം കൂടി കുറച്ചു നാൾ പിടിച്ചു നിൽക്കും, വീണ്ടും പഴയ തന്നെ ആവർത്തിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ മദ്യപിച്ച് റോഡിലൂടെ നടക്കുമ്പോൾ ഒരു വാഹനം അയാൾ അപ്രതീക്ഷിതമായിട്ട് ഇടിച്ചു വീഴ്ത്തി. അങ്ങനെ വാഹന അപകടത്തിൽ സംഭവിച്ചതിന് ഫലമായിട്ടാണ് ഇപ്പോൾ
2 കാലയിലും പ്ലാസ്റ്റർ ഇട്ടിട്ട് 6 മാസമായിട്ട് കിടക്കുന്നത്. എന്താ കാരണം? കർത്താവ് അയച്ച ശിക്ഷയല്ല അവന് സംഭവിച്ച ആ അപകടം, മറിച്ച് അവന്റെ ജീവിതത്തിലെ നാശകാരണമാകുന്ന മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവം 5 പ്രാവശ്യം അവസരം കൊടുത്തിട്ടും കൊടുത്ത അവസരത്തെ സ്വീകരിക്കാതെ അതിനെ തള്ളിക്കളഞ്ഞപ്പോൾ ആ തള്ളിക്കളഞ്ഞതാണ് ഇപ്പോൾ അവന്റെ ജീവിതത്തിൽ ഈ അപകടമായി അവന് ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണം. ഞാൻ ആ സഹോദരനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ആ സഹോദരൻ വീണ്ടും ഡിവൈനിൽ വന്ന് ധ്യാനം കൂടി. അവൻ 15 വർഷമായിട്ട് അടിമപ്പെടുത്തിയിരുന്ന മദ്യപാനത്തെ, 5 പ്രാവശ്യം ധ്യാനം കൂടിയിട്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത മദ്യപാനത്തെ 6ാമത്തെ പ്രാവശ്യം ധ്യാനത്തിൽ കൂടി എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ആ സഹോദരൻ ജീവിതം നയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, ഒരിക്കലും ദൈവമല്ല മനുഷ്യനെ ശിക്ഷിക്കുന്നത്. ദൈവം ഒരിക്കലും മനുഷ്യനെ ശപിക്കുകയല്ല. പിന്നെ ഈ ശിക്ഷ, ശാപം എന്നെല്ലാം പറയുന്നത് രക്ഷപ്പെടുത്താനായിട്ട് ദൈവം തരുന്ന അവസരത്തെ മനുഷ്യൻ സ്വീകരിക്കാതെ അവൻ തള്ളിക്കളയുന്നതാണ് അവന്റെ ജീവിതത്തിൽ ശിക്ഷയും നാശവും ശാപവും ഒക്കെ ആയിട്ട് മാറുന്നത്. വളരെ കൃത്യമായിട്ടൊരു വചനം നമ്മൾ അടിവരയിട്ട് ജീവിതത്തിൽ സ്വീകരിക്കണം. റോമാലേഖനം 8-ാം അധ്യായം 1-ാം തിരുവചനം, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ തയ്യാറാകുന്നവർക്ക്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകസുഖത്തെ, പാപസുഖത്തെ, ജഡിക സുഖത്തെ, ഒരു മനുഷ്യന് താൽക്കാലികമായിട്ട് സന്തോഷം നൽകുന്ന ഏത് തിന്മയുടെ സുഖത്തെയും വിട്ടിട്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്കും ഈ ലോകത്തിലെ ഒരു തിന്മയുടെ ശക്തിക്കും തൊടാൻ സാധിക്കില്ല, നശിപ്പിക്കാൻ സാധിക്കില്ല. അതിനാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ശിക്ഷാവിധിയില്ല. ഇവിടെ യേശു പറയുന്ന ഈ അത്തിവൃക്ഷവും ഈ ശാപവും എല്ലാം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എന്നെയും നിങ്ങളെയും കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഉപമയാണ്, അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രതിനിധിയാണ്, പ്രതീകമാണ് ഈ അത്തിവൃക്ഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു, സുവിശേഷത്തിൽ 2 അത്തിവൃക്ഷത്തെയാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ ഒന്നാമത്താണ് യേശു ശപിച്ച അത്തിവൃക്ഷം. 2ാമത്തെ അത് ഫലം തരാത്ത അത്തിവൃക്ഷം. അതാണ് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനത്തിൽ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ ഈ അത്തിവൃക്ഷത്തെക്കുറിച്ചുള്ള പ്രതിപാദനമുള്ളൂ. ഫലം തരാത്ത അത്തിവൃക്ഷം എന്താണ് ഇത് സൂചിപ്പിക്കുക? അവിടെ വചനം പറയുന്നു, യേശു ഒരു ഉപമ പറഞ്ഞു. അത് ഒരു കൃഷിക്കാരൻ ഒരുവൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം വെച്ച് പിടിപ്പിച്ചു. ഇത് ആ പറച്ചിലിൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുന്തിരിത്തോട്ടത്തിൽ നട്ടു വളർത്തിയ അത്തിവൃക്ഷം എന്ന് പറയുമ്പോൾ ഈ അത്തിവൃക്ഷം ഒരു പ്രതീകമാണ്. എന്തിന്റെ പ്രതീകം? മനുഷ്യരുടെ പ്രതീകം. എങ്ങനെയുള്ള മനുഷ്യർ? ശ്രദ്ധിക്കൂ, യേശു പ്രത്യേകമായ പരിഗണന കൊടുത്തവർ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള പരിഗണനയാണ്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ളതായ പരിഗണന. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാവശ്യവും ഓരോ വ്യക്തിയും ഒരു തെറ്റിലേക്ക്, ഒരു പാപത്തിലേക്ക്, ഒരു ദുശീല പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് വേദനിക്കുന്നു. എന്തിനുള്ള വേദനയാ? പിശാച് അവനെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് എൻ്റെ മകൻ, എൻ്റെ മകൾ നാശത്തിലേക്ക് പോകുന്നല്ലോ എന്നോർത്തുള്ള വേദനയാണ്. ഈ വേദനിക്കുന്ന കർത്താവിൻ്റെ വേദനയെ തിരിച്ചറിയണം. അവിടെ പറയുകയാണ്, 3 വർഷമായി ഞാന് ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കേണ്ടതായ മനുഷ്യ വ്യക്തികൾ ഫലം കിട്ടുമെന്ന് കരുതി കർത്താവ്
പല പ്രാവശ്യം അവസരങ്ങൾ കൊടുത്തു. ആവർത്തിച്ച് അവസരം കൊടുത്തിട്ടും കർത്താവിൻ്റെ പരിഗണനയെ തിരിച്ചറിയാതെ, ശ്രദ്ധിക്കാതെ, ഞാൻ ചെയ്യുന്നതാണ്, ഞാൻ പറയുന്നതാണ്, ഞാൻ പ്രവർത്തിക്കുന്നതാണ് ശരി എന്നുള്ള മനോഭാവത്തോടു കൂടി ലോകത്തിലേക്ക് നോക്കി ലോകത്തിൻ്റെ സന്തോഷവും ലോകത്തിൻ്റെ സുഖത്തിനും വേണ്ടിയിട്ട് ഒരു മനുഷ്യ വ്യക്തി എങ്ങനെയെല്ലാം ആയാലും കുഴപ്പമില്ല, എനിക്കത് ചെയ്യണം, ഞാൻ അതേ ചെയ്യൂ, ഈ മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഈ അത്തിവൃക്ഷത്തിൻ്റെ പ്രതീകമാണ്. ഈ അത്തിവൃക്ഷത്തോട് കർത്താവ് യോജിപ്പിക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിഗണന ലഭിക്കുന്ന ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം? ഇനിയെങ്കിലും ഇന്നലകളിലെ തെറ്റിൽ നിന്ന്, പാപത്തിൽ നിന്ന് പിന്തിരിയാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നീ പ്രത്യേകമായിട്ട് മനസ്സിലാക്കൂ, നിന്റെ സംസാരം കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം തരുന്ന സംസാരമാണോ? നിന്റെ പ്രവൃത്തി കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം തരുന്ന പ്രവൃത്തിയാണോ? നിന്റെ പെരുമാറ്റം കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം തരുന്ന പെരുമാറ്റമാണോ? ഇന്നലകളിൽ ഈ മേഖലകളിൽ എവിടെയെങ്കിലും കുറവെന്നെങ്കിൽ ഇതാ കർത്താവ് നിനക്ക് ഒരവസരം കൂടി തന്നിരിക്കുന്നു. ആ കൃഷിക്കാരൻ വൃക്ഷം നോക്കുന്ന, തോട്ടം നോക്കുന്ന ആൾക്കാരുടെ ആ മനുഷ്യന്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇതിനെ ഒന്ന് നോക്കൂ, ഞാൻ ചുവട് കളച്ച് വളമിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഫലം നൽകാൻ തക്ക വിധത്തിൽ ഞാൻ ഇതിനെ ഒരുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, കർത്താവ് ആ അത്തിവൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഫലം നൽകാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ അവസരം നൽകിയതുപോലെ നമുക്കൊക്കെ കർത്താവ് അവസരം തരികയാണ്. അതിനാൽ നീ ഇന്നലകളിലെ പാപത്തിൽ, പാപസുഖത്തിൽ തുടരാം എന്ന് കരുതരുത്. ഇന്നലകളിലെ പാപത്തിന്റെ പ്രവൃത്തികൾ ഏതെല്ലാമായാലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരണം. പശ്ചാത്തപിച്ചില്ലെങ്കിൽ, തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എങ്കിൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എങ്കിൽ, നീ ഫലം നൽകാത്തതായ ഒരു അത്തിവൃക്ഷമായാൽ ഏത് കാരണമാണോ നിന്നിൽ ഫലം തരാത്തതിൻ്റെ കാരണമായി തീരുന്നത്, ആ കാരണം നിന്നെ നശിപ്പിക്കും, ആ കാരണം നിന്നെ ശിക്ഷിക്കും, ആ കാരണം നിനക്ക് ദുഃഖവും വേദനയും അടിമത്തവും തരും. അതിനാൽ നമുക്ക് തിരിച്ചറിയാം, കർത്താവ് ആഗ്രഹിക്കുന്ന നന്മയുടെ ഫലം പുറപ്പെടുവിക്കുവാൻ എന്നിലെ പാപത്തിൻ്റെ പ്രവണത ഏതാണ്, കപടതയുടെ അവസ്ഥ ഏതാണ്, തിന്മയുടെ അവസ്ഥ ഏതാണ്, അതിനെ ഓർത്ത് തെറ്റിപ്പോയി എന്ന ചിന്തയോടെ പശ്ചാത്തപിച്ച് തിരിച്ചു വരാൻ തയ്യാറാകാം. പശ്ചാത്തപിച്ച് തിരിച്ചു വരാൻ തയ്യാറായാൽ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് നന്മയുടെ ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവ് നിന്നെ ഒരുക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച്, കർത്താവേ, നീ ആഗ്രഹിക്കുന്ന നന്മയുടെ ഫലം എൻ്റെ ഈ ജീവിതം കൊണ്ട് ഇന്നലകളിൽ എനിക്ക് പുറപ്പെടുവിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ, ഇതാ നീ എനിക്ക് ഇന്നു മുതൽ നൽകുന്ന പുതിയ അവസരത്തെ തിരിച്ചറിഞ്ഞ് ഇന്നലകളിലെ എല്ലാ പാപത്തിൻ്റെ വഴികളെയും വിട്ട് നന്മയുടെ വഴികളിലേക്ക് തിരിച്ചു വരുവാനുള്ള ദൈവിക ചൈതന്യം എനിക്ക് നൽകണമേ, ദൈവിക ശക്തി എനിക്ക് നൽകണമേ, ദൈവിക ബോധ്യം എനിക്ക് നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.